മെട്രോ പറയുന്ന പോലെ അത്രയും റീച്ച് ആക്കാൻ പറ്റിയിട്ടില്ല മെട്രോ എന്നുള്ള. ഇല്ല, മെട്രോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിലെ ട്രെൻഡ് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള സിനിമയാണ്, പരീക്ഷണ സിനിമയായിരുന്നു അല്ലേ. അതുകൊണ്ട് സംഭവിക്കണതാണ്. കാരണം എന്ന് വെച്ചാൽ അതൊരു 2-3 വർഷം കൂടി 3 വർഷവും 4 വർഷം കൂടിയും കഴിഞ്ഞിട്ട് ഒന്നിറങ്ങേണ്ട പടമാണ്. ഈ എപ്പോഴും നമ്മൾ ഈ ഒരു മുൻപേ പറക്കുന്ന പക്ഷികൾ എന്നുള്ള ലൈനിൽ സിനിമ വരുമ്പോഴുള്ള കുഴപ്പമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടമാണ് ഉയരങ്ങളിൽ, ഐശ്വര്യയുടെ പടം. ഐശ്വര്യ ഏറ്റവും ബെസ്റ്റ് സിനിമകളിലൊന്നും, ലാൽ സാറിൻ്റെ ഏറ്റവും ഗംഭീര പഠനങ്ങളിലൊന്നാണ് ഉയരങ്ങളിൽ ഒരു 15 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇറങ്ങേണ്ട സിനിമയാണ്. കാലം തെറ്റി ഇറങ്ങിയാണ്. അസാമാന്യ സിനിമയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ തവണ കണ്ട പടങ്ങളിലൊന്നാണ് അത്. അതേ അനുഭവമാണ് മെട്രോയ്ക്കും. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ മെട്രോ ഒക്കെ എന്ന് പറഞ്ഞാൽ മെട്രോ ഒരു 10 വർഷം കൂടി കഴിഞ്ഞിട്ട് ഇറങ്ങേണ്ട പടം വരുന്നത്. അതിന് മുമ്പ് ഇറങ്ങിപ്പോയി. അല്ല, അങ്ങനെയല്ല, അതല്ല നമ്മളുടെ മനസ്സിൽ വരുന്ന സാധനം. ഞാൻ ഒരു 2000 മുതൽ എല്ലാ ഫിലിം ഫെസ്റ്റിവലിലും പങ്കെടുക്കുന്നതാണ്. 25 കൊല്ലമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഫിലിം ഫെസ്റ്റിവലുകളിൽ 24 കൊല്ലമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ കാണുന്ന സിനിമകളും ലോകത്തിലെ മറ്റു ലാംഗ്വേജിലുള്ള സിനിമയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സിനിമകളൊക്കെ കാലഹരണപ്പെട്ടതാണെന്ന് തോന്നുമ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻസ് ആയിട്ടൊരു സിനിമ, ഇത്തിരി മാറിയിരിക്കുന്ന ഒരു സിനിമ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ അയാൾ ജീവിച്ചിരിപ്പുണ്ടായാലും അന്ന് ഇന്ദ്രിയം എടുത്ത് എന്താണ്, അന്നത്തെ കാലത്ത് അത്ര ഒരു സിനിമ എടുക്കാൻ ആരും ധൈര്യപ്പെടാത്ത സമയത്താണ് നമ്മൾ ഇന്ദ്രിയം പോലൊരു കണ്ടന്റുമായിട്ട് വരുന്നത്. അപ്പോൾ അതങ്ങനെ എല്ലാ കാലത്തും അങ്ങനെയാണ്. അങ്ങനെയല്ല, മെട്രോ എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെട്രോ ശരിക്കും പറഞ്ഞാൽ ബിസിനസ്, ദിലീപ് പടത്തിൻ്റെ ബിസിനസ് നടന്ന പടമാണ്. അന്ന് 1,55,00,000 രൂപക്ക് സാറ്റലൈറ്റ് ഏഷ്യാനെറ്റ് എടുത്ത പടമാണ്. ഇല്ല, പക്ഷെ ആ പടത്തിന്റെ അന്നത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് അത് ആൾ എടുത്തിരുന്നു. അന്ന് ഈ പറഞ്ഞ റേറ്റിന് 1,60 അന്ന് പാപ്പിയപ്പച്ച, 1,55 ഈ പടം. വ്യത്യാസം അതാണ്. ബിസിനസ് ഒക്കെ നടന്നു. അതിന്റെ എല്ലാ ലാംഗ്വേജിലും ഡബ് ചെയ്തില്ലേ, തമിഴിലും തെലുങ്കിലും ഒക്കെ ഡബ് ചെയ്ത് പോയ പടമാണ്. അല്ല, മെട്രോയുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അമീർ ഷാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഈ ഗൾഫിലാണ്, സൗദിയിലാണ്. അപ്പോൾ അവൻ സൗദിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടി സ്ഥിരമായിട്ട് എല്ലാ വർഷവും ഒരു പ്രാവശ്യം ടൂർ പോകും. അന്ന് എല്ലാ ഫ്രണ്ട്സും ഉണ്ടാവും. അപ്പോൾ ഈ ഫ്രണ്ട്സുമായിട്ട് ടൂർ പോകുന്ന ആ സംഭവങ്ങളെ ബേസ് ചെയ്തിട്ട് സംഭവിക്കാവുന്ന ഒരു സാധനം വെച്ച് നമ്മളൊരു സംഗതി ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വലിയ അത്ഭുതപ്പെടാനുള്ള സംഭവമൊന്നും ഇല്ലല്ലോ അപ്പോഴത്തേക്ക്. ഇത് ഒരു ആ അമീർ ഷായുടെ ക്യാരക്ടറിനെ തന്നെ ലീഡ് ചെയ്തിട്ടാണ് ഗൾഫിൽ നിന്ന് തന്നെ അവനെ സ്ഥിരം അവനെ ലീഡ് ചെയ്ത് അങ്ങനെ തന്നെ ഒരു സാധനം ഉണ്ടാക്കിയത്. അല്ലാതെ അതിന് പ്രത്യേകിച്ച് പിന്നെ സാഹചര്യങ്ങളൊന്നും നമ്മൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കുറേ നാൾ കൊണ്ട് നടന്നു. പലരോടും കഥ പറഞ്ഞു. അവസാനം ശരത് കുമാറിൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പോഴാണ് ഈ പ്രോജക്റ്റ് ആയത്. അന്ന് ശരത് കുമാർ ഒരു പടത്തിൽ വന്ന് അഭിനയിച്ച് മലയാളത്തിൽ നിൽക്കുന്ന സമയമാണ്. ശരത് കുമാറിൻ്റെ എൻട്രിയൊക്കെ നമ്മുടെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് ആ സമയത്തൊക്കെ അതാണ്. അപ്പോൾ ശരത് കുമാറിൻ്റെ അടുത്ത് കഥ പറഞ്ഞു. ശരത് കുമാർ ദിലീപിനോട് പറഞ്ഞു, ഇയാൾ ഉഗ്രനായിട്ട് കഥ പറയണ്ട കേട്ടോ, ഗംഭീര സബ്ജക്റ്റാണ് അതെന്ന് പറഞ്ഞു. അവിടെ വെച്ചിട്ടാണ് ക്രിസ്ത്യൻ ബ്രദേഴ്സിൻ്റെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ദിലീപ് പുള്ളിക്ക് അഡ്വാൻസ് കൊടുക്കുന്നത്. അങ്ങനെ ദിലീപ് ആക്ച്വലി അന്ന് വേറൊരു പ്രൊഡ്യൂസറാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ദിലീപ് പറഞ്ഞ്, നിങ്ങൾ പുറത്തു പോയി സിനിമ ചെയ്താൽ എനിക്കാണ് ചെയ്ത പേര്, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ദിലീപ് പ്രൊഡക്ഷൻ ഏറ്റെടുത്തു. ഗ്രാൻഡ് പ്രൊഡക്ഷൻ ഏറ്റെടുത്തുകൊണ്ടാണ് ആ പടത്തിൻ്റെ ബിസിനസ് നടന്നത്. അങ്ങനെയാണ് നല്ല ബിസിനസ് നടന്നത്. മാത്രമല്ല മലർവാടി ആർട്സ് ക്ലബ്ബ് കഴിഞ്ഞിട്ട് നിവിൻ പോളി അഭിനയിക്കുന്ന അടുത്ത പടവും കൂടിയാണ്. ആ ബിസിനസ് നടന്നത് ആ സമയത്ത്. അതിൻ്റെ ബിസിനസ്സാണ് പടം നടത്തിയത്. അത് അന്ന് തന്നെ ഈ പറഞ്ഞില്ലേ, സാറ്റലൈറ്റും ഇതും വീഡിയോ റേറ്റും അന്ന് ഡബിങ് റേറ്റും പോയി പടത്തിന്. തമിഴ് ഡബ് ചെയ്തിറങ്ങി. ഇല്ല, ശരിക്കും പറഞ്ഞാൽ അന്ന് ശരിക്കും നമുക്കത് സുരേഷ് ഗോപിനെ വെച്ച് ചെയ്യാവുന്ന സിനിമയാണത്. പക്ഷേ സുരേഷ് ഗോപി ഒരു 100 എണ്ണമില്ല അതേപോലെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വേറൊരു ആർട്ടിസ്റ്റ് മാറി ചെയ്താൽ എങ്ങനെ ഉണ്ടാകുമെന്ന് വെച്ചിട്ട് നോക്കിയപ്പോഴാണ് ശരത് കുമാർ ആ സമയത്ത് വന്നത്. പിന്നെ ഈ പറഞ്ഞ മെയിൻ ലീഡ് ക്യാരക്ടർ അല്ലല്ലോ ശരത് കുമാർ. 5 യുവാക്കളാണല്ലോ മെയിൻ ക്യാരക്ടേഴ്സ്. ശരിക്കും നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മൂട് സീരിയസ് ആയിട്ടുള്ളൊരു വേഷം ചെയ്യണത് ആദ്യത്തെ പടമാണത്. ആ സിനിമയിലാണ് പുള്ളി ഹ്യൂമറിൽ നിന്ന് മാറി ഫസ്റ്റ് സീരിയസ് ക്യാരക്ടർ ചെയ്യണത് മെട്രോയിലാണ്.
അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി എഴുതുന്നത് എന്തെങ്കിലും മാറ്റം വരുത്തി? മാറ്റുന്നില്ല, അത് അങ്ങനെ മാറ്റേണ്ട ആവശ്യമില്ല. ആ കഥാപാത്രം അങ്ങനെ തന്നെയായിരുന്നു. ആ ക്യാരക്ടർ ഞങ്ങളുടെ അത് ആൻസലൻ എന്ന് പറഞ്ഞു നമ്മുടെ കൂട്ടുകാരനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സീനിയറാണ് പുള്ളി, പക്ഷേ ഞങ്ങളുടെ കൂടെ എപ്പോഴും നടക്കുക. ആ പുള്ളിക്ക് അവിടെ ടാക്സി ഉണ്ട്. പുള്ളിയുടെ ടാക്സിയിലാണ് ഞങ്ങൾ സ്ഥിരം ഈ 5-8 പേര് ഒരു ടാക്സിയിൽ കുത്തിക്കയറിയാണ് ഞങ്ങൾ ടൂർ പോവുക. അപ്പോൾ ആ ക്യാരക്ടറാണ്, ആൻസലിൻ്റെ ക്യാരക്ടറാണ് ഈ പുള്ളിക്ക് എടുത്തത്. ഈ സാറിൻ്റെ എഴുത്തിൻ്റെ ശൈലി ഒരു ആർട്ടിസ്റ്റിനെ മനസ്സിൽ കണ്ടിട്ടാണോ എഴുതുന്നത്? ഞാൻ ഒരു ആർട്ടിസ്റ്റിനെ കണ്ട് എഴുതാറില്ല. അങ്ങനെ ഞാൻ എഴുതി വന്ന് രൂപപ്പെട്ട് കഴിഞ്ഞിട്ട് അത് പിന്നെ സ്ക്രിപ്റ്റിലേക്ക് വരുമ്പോഴാണ് ഇന്ന ആർട്ടിസ്റ്റ് നമുക്ക് ആകാമെന്ന് ചിന്തിക്കുന്നത്. അത് ഇതേവരെ എഴുതിയ അത് ആകെ അങ്ങനെ ആർട്ടിസ്റ്റിനെ വെച്ച് ഒന്നും എഴുതിയിട്ടില്ല. ശരിയാണ്, ഇതേവരെ ഇല്ല 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 ഇല്ല. അവതാരത്തിൽ എന്ന് പറഞ്ഞാൽ അവതാരത്തിൽ ദിലീപ് ഇത് ചെയ്യാന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ദിലീപിനെ വെച്ചത് ചെയ്യേണ്ടി വന്നത്. പിന്നെ രണ്ടാമത്തെ വേർഷൻ എഴുതിയപ്പോഴാണ് ശരിക്കും ദിലീപ് വന്നത് അതിനകത്ത്. ശരിക്കും രണ്ടാമത്തെ വേർഷനാണ്. അതിൻ്റെ ആദ്യത്തെ വേർഷനിലെ എനിക്ക് തോന്നുന്നു ജോഷ് സാർ അന്ന് റിയലിസ്റ്റിക് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി വന്നപ്പോൾ പുള്ളിക്ക് അതൊരു ദിലീപ് ചെയ്താൽ ശരിയാവില്ല എന്ന് തോന്നിയിട്ടായിരിക്കും പുള്ളി അതിനെ കൊമേഴ്സ്യലൈസ് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെയാണ് അതിനകത്ത് ഇയാൾക്ക് ഭാര്യയും കുട്ടികളുള്ള ക്യാരക്ടറെ മാറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ ആക്കുന്നത്. ഈ സ്ക്രീൻ പ്ലേയിൽ തിരക്കഥയിൽ കുറച്ചും കൂടി എളുപ്പം വരത്തില്ല? ഒരു നായകനെ മനസ്സിൽ കൊണ്ട് എഴുതുമ്പോൾ അത് വരും. അതല്ല കുറച്ചും എളുപ്പം? അല്ല, അത് എളുപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം രൂപപ്പെടുത്തുന്ന കഥയിൽ ചിലപ്പോൾ ആർട്ടിസ്റ്റ് ഉണ്ടാവില്ലല്ലോ. നമ്മളൊരു കഥ രൂപപ്പെടുത്തുമ്പോൾ ഇന്ന ആൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് രൂപപ്പെടുത്തുന്നതും നമുക്ക് അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. ഇന്ന ആൾ നായകനായിട്ട് എഴുതുമെന്ന് പറയുമ്പോൾ അയാൾ ചെയ്തേക്കണ മുൻ സിനിമകളും ഇനി അയാൾ ചെയ്യേണ്ട എന്തെങ്കിലുമൊക്കെ നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് നമ്മൾ എഴുതുള്ളൂ. മറ്റത് അങ്ങനെയല്ല. നമ്മളൊരു കഥ രൂപപ്പെടുത്തി കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥയാക്കുക എന്നുള്ളതാണ് ആദ്യം. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് വരാൻ പോകുന്ന ആർട്ടിസ്റ്റിനെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താന്നുള്ളൂ. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്.